അത് താഴത്തിൽ, അത് പാറമേൽ, അത് താഴത്തില്ല. രണ്ട് ആത്മീയഗ്രഹങ്ങൾ. ഇതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം മത്തായി 5:6-7 കഴിഞ്ഞിട്ട് കർത്താവ് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അല്ല, പാറമേല അവന്റെ ആത്മീയഗ്രഹം പണിയുന്നത്. ആമേൻ. പക്ഷെ അല്ലാത്തവനും പണിയ, പണിയൊക്കെ സെയിമാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, അതിന്റെ ഫൗണ്ടേഷൻ തമ്മിൽ വ്യത്യാസം. ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്നത് പണിയുന്നു, മറു വ്യക്തി ലോകത്തിൽ നിലനിൽക്കാത്തത് പണിയുന്നു. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് കിട്ടുന്നതെല്ലാം താണുപോകും. ലോകത്തിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയാൽ അത് നിലനിൽക്കൂ? നിലനിൽക്കൂ? നമ്മുടെ മരണത്തോടെ അവസാനിച്ചു. കുറെ പണം കിട്ടിയാൽ നിലനിൽക്കോ? നമ്മുടെ മരണത്തോടെ നമുക്ക് അവസാനിച്ചു. ലോകത്ത് എന്ത് കിട്ടിയാലും ലോകം അതിന്റെ മോഹവും. പക്ഷേ ഇന്ന് ലോകത്തിലോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് അവസാനിപ്പിക്കുക. ചിലര് പ്രസംഗിക്കുന്ന അത്ഭുതം മാത്രമേ ഉള്ളൂ. ആമേൻ. ചിലവര് അത്ഭുതത്തിന് ക്രിസ്തു വരെ കൊണ്ട് നിർത്തും, അതിന്റെ അപ്പുറത്തേക്കില്ല. എന്റെ ശബ്ദബലിൽ കേൾക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കുക, 4 ഭാഗങ്ങളുണ്ടതിന്. ജനത്തിന്റെ ജീവിതത്തിൽ സന്ധ്യ വരും. അതിന്റെ അർത്ഥം ജനത്തിന് ആവശ്യങ്ങൾ വരും. ആമേൻ. ജനത്തിന് പല വിടുതലിന്റെ ആവശ്യം വരും. അപ്പോൾ ജനം സുവിശേഷം അറിയിക്കുന്ന കേൾക്കുമ്പോൾ യേശുവിൽ നിന്നൊരു അത്ഭുതം ആഗ്രഹിക്കും. ഈ ജനം യേശുവിന്റെ അടുക്കലേക്ക് വരും. യേശുവിൽ നിന്നൊരു അത്ഭുതം കിട്ടിയാൽ ആ അത്ഭുതം ആ വ്യക്തിയെ അത്ഭുതത്തിൽ നിർത്തുകയല്ല, അത്ഭുതം ആ വ്യക്തിയെ യേശുവിലോട്ട് നയിക്കും. ആമേൻ. യേശുവിലോട്ട് നയിച്ചാൽ യേശു ആ വ്യക്തിയെ അവിടെ നിർത്തുകയല്ല, യേശു ആ വ്യക്തിയെ തന്റെ ഹൃദയത്തിലെ ദൈവ ഇഷ്ടത്തിലേക്ക് നയിക്കും. തുടർന്ന് പറയുകയാണ്, ആ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ആമേൻ. പ്രിയരെ, ഇതിന്റെ പേരാ ഫുൾ ഗോസ്പൽ. ആമേൻ. അല്ലാതെ അത്ഭുതം പ്രസംഗിച്ച് ഫുൾ ഗോസ്പൽ എന്ന് പറയുന്നതല്ല ഫുൾ ഗോസ്പൽ. 4ാം ഭാഗത്തേക്ക് വരണം. തന്റെ ആലയത്തിൽ തന്റെ സഭയിൽ കടന്നു വന്ന വ്യക്തിയെ സ്വർഗരാജ്യാവകാശം യോഗ്യതയുള്ള വ്യക്തിയാക്കി മാറ്റണം. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ജനത്തിന് ദൈവസന്ധ്യ അനുവദിച്ചിട്ടുണ്ട്. ഈ സന്ധ്യ ഈ ജനത്തിനെ ക്രിസ്തുവിൽ നിന്ന് ഒരു അത്ഭുതത്തിലേക്ക് നയിക്കും. ആമേൻ. അത്ഭുതം അനുഭവിക്കുന്ന വ്യക്തി ആ അത്ഭുതത്തിലൂടെ യേശുവിലേക്ക് വരും. യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു പറയും, കുഞ്ഞേ, എന്റെ വിളിയാലുള്ള ആശ എന്തെന്ന് നീ അറിയണം. അതിന്റെ പേരാ ദൈവ ഇഷ്ടം. ആമേൻ. തുടർന്ന് നീ ആ ദൈവ ഇഷ്ടം ചെയ്യണം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. 4ാമത്തെ സ്റ്റെപ്പ്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ക്രിസ്തുവിന്റെ ഇഷ്ടം നിങ്ങളോട് പ്രസംഗിച്ച് അതിനെ ചെയ്യുവാൻ നിങ്ങളെ സഹായിച്ച് നടത്തുന്നത് എവിടെയുണ്ടോ, ഏത് ദേശത്ത് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നോ അവരോട് ചേർന്നുകൊള്ളുക. അവരോട് ചേർന്നുകൊള്ളുക. ഒരുപക്ഷെ എന്റെ ഈ ശബ്ദം പറഞ്ഞ് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ആരോട് ചേരണം? വേറെ അത്ഭുതം മാത്രം പ്രസംഗിക്കുന്നവരോടല്ല ചേരേണ്ടത്. അത്ഭുതം വേണം, എങ്കിലേ ജനത്തിന്റെ ആവശ്യങ്ങൾ യേശുവിനാൽ നടത്തപ്പെടുകയുള്ളൂ. പക്ഷെ അവിടെ നിൽക്കരുത്. അത്ഭുതം കഴിഞ്ഞ് ആ വ്യക്തി യേശുവിലേക്ക് വരണം. അവിടെ നിൽക്കരുത്. തുടർന്ന് യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കി ദൈവ ഇഷ്ടം ആ വ്യക്തി ഭൂമിയിൽ ചെയ്യണം. അവർ ദൈവരാജ്യം സ്വർഗരാജ്യം അവകാശമാണ്. ഹല്ലേലൂയ. അല്ല എങ്കിൽ പ്രിയരെ, ചുമ്മാ സമയം കളയല്ലേ, ചുമ്മാ സമയം കളയല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, ഇതിനല്ലെങ്കിൽ ചുമ്മാ സമയം കളയാതെ ഉള്ള സമയം പോയി ലോകത്തെ അനുഭവിച്ച് പോയി നരകത്തിൽ പോയി വീഴ. എന്തിനാ? കരയിലും അല്ല,
കടലിലും അല്ല, ഉഷ്ണവാനും അല്ല, ശീതവാനും അല്ല. കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ ജീവിച്ചിട്ട് കുഞ്ഞെ മോളെ മോനെ ഒരു കാര്യമില്ല, നിന്നെ ഞാൻ വിധി നേരത്തെ വന്നു കഴിഞ്ഞു, തുപ്പി കളയും. ഒന്നില്ലെങ്കിൽ ഈ കർത്താവിന്റെ അടുക്കൽ വരുമ്പോ കർത്താവിനെ അനുസരിക്കാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ആലയത്തിലുണ്ടോ? ആലയത്തിലുണ്ട്. അനുസരിക്കോ? അനുസരിക്കൂല. ഇങ്ങനെ ഒരു ആത്മീയ ജീവിതമല്ല ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഓടുന്നുവെങ്കിൽ കുഞ്ഞെ നീ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓട്, അല്ലെങ്കിൽ ഓടാതിരിക്കുന്നേ. ഹല്ലേലൂയ. എന്റെ അർത്ഥം നിങ്ങൾ ആരും വിശ്വാസം വിട്ട് പോകണമെന്നല്ല, നമ്മുടെ യേശുവിനെ അനുസരിക്കാൻ തയ്യാറാകുക. യേശുവിനെ അനുസരിക്കാൻ തയ്യാറാകുക. നമുക്ക് കാ ക്രിസ്ത്യാനിയും വേണ്ട, അര ക്രിസ്ത്യാനിയും വേണ്ട, ആത്മാവാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാരും കാക്കയാകരുത്. കാക്ക പെട്ടകത്തിൽ നിന്ന് കാക്കനെ വെളിയിലിട്ടു. ഇന്ന് അനേകം കാക്കമാരാ സഭയില്. പിന്നെ പോയ വഴി അങ്ങ് പോകും. ഒന്ന് രണ്ട് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ വന്നെന്താ ഇരിക്കാൻ സ്ഥലമില്ലാന്നുണ്ടാ, അപ്പൊ ഇരിക്കാൻ സ്ഥലം കിട്ടിയ ഞാൻ പോവും. ആഹാ, എവിടെ ലോകത്തിൽ ഇരിക്കാനേ സ്ഥലം കിട്ടിയാൽ ഞാൻ പോകുമെന്ന്. ദൈവസന്നിധിയിലോ ദൈവവചനത്തിന് കീഴിൽ അവർക്ക് വേണ്ട. ലോകത്തിലിരിക്കാൻ സ്ഥലം കിട്ടിയാൽ പോകും. പ്രിയരെ, ദൈവം ചില രാത്രികൾ അപ്പത്തിന്റെ വീട്ടിൽ അനുവദിക്കും. റൂത്തിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? റൂത്തിന്റെ പുസ്തകം. ബെത്ലഹേം എന്ന് പറഞ്ഞ അപ്പത്തിന്റെ നാടാ. അപ്പത്തിന്റെ നാട്. ഈ അപ്പത്തിന്റെ നാട്ടിലും ക്ഷാമം. ദൈവം രാത്രി അനുവദിക്കും. നവോമി തന്റെ ഭർത്താവ് 2 മക്കളും ആൺമക്കളുമായി പോകുന്നു മോവാബ് ദേശത്തിലേക്ക്. എന്താ? ഇവിടെ ഭയങ്കര ക്ഷാമോ, ഞങ്ങൾ പോവും അടുത്ത ദേശത്തേക്ക്. കുഞ്ഞെ, അപ്പത്തിന്റെ നാട്ടിൽ, അതായത് വചനം കിട്ടുന്ന നാട്ടിൽ നിന്നെ നിർത്തിയ നീ അവിടെ നിൽക്കണം, നീ ഓടരുത്. ഓടിയാ നിന്റെ നാശമാ. നിന്നെ ദൈവം നട്ട ദേശത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഇവർ ഓടി. ഒന്നാം വാക്യം 2-ാം വാക്യത്തിൽ ഈ യാത്രയാ കാണിക്കുന്നത്. ക്ഷാമം. ആ വാക്യം ഒന്ന് വായിച്ചു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരു പുരുഷൻ. ദേശത്ത് എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം ഉണ്ടായി. താഴേക്ക്. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. രാജ്യം മാറിപ്പോ ആർക്കാൻ പോയി? എന്താ കാരണം? ക്ഷാമമാണേ. അതിന് 6-ാം വാക്യം വായിച്ചേ. ദൈവം എപ്പോഴും രാത്രി കൊടുത്തോണ്ടിരിക്കുകയാണോ? യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത വിവരം അവൾ മോവാബ് ദേശത്ത് വെച്ച് ഈ കടന്നുപോയ സഹോദരി നവോമി മോവാബ് ദേശത്ത് വെച്ച് കേട്ടു. സഹോദരിയുടെ ചിന്ത എപ്പോഴും രാത്രി ആയിരിക്കും. ഇവിടെ രാത്രി മാറി പകൽ വന്നു. രാത്രി മാറി പകൽ വന്നു. എന്തിനാ ഈ രാത്രി വന്നേ? കുഞ്ഞെ, നിന്റെ ഹൃദയത്തിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയാ. നിന്റെ ഹൃദയത്തിലൊന്ന് അറിയാൻ വേണ്ടിയാ ഈ രാത്രി വന്നേ. എന്ത് സംഭവിച്ചു? ഈ നവോമി ഓടിപ്പോയി ആ മോവാബ് ദേശത്ത് വെച്ച അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവളുടെ 2 മക്കളും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. മോവാബ് ദേശത്തേക്ക് ഓടി. എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുമ്പോഴാ മനസ്സിലാക്കുന്ന, അയ്യോ, കർത്താവ് എന്നെ വെച്ചിരുന്ന മോവാബിലല്ലല്ലോ, അപ്പത്തിന്റെ നാടായ ബെത്ലഹേമിലാണല്ലോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തമായി നാം നിൽക്കണം. കാക്ക പറന്നുപോയി. കാക്ക പറന്നുപോയിട്ട് 1-2 പ്രാവശ്യം ഒന്ന് വന്നും പോയി ഇരുന്നു. അതായത് നോഹയുടെ അടുക്കലേക്ക് വന്നില്ല. 1-2 പ്രാവശ്യം വന്നും പോയി ഇരുന്നിട്ട് പിന്നെ കാക്കനെ കാണാനേ ഇല്ല. ആദ്യം വരുന്നത് പ്രാകൃതം, പിന്നെ 2ാമത്തെ ആത്മീയം വരുന്നു, 2ാമത് പ്രാവിനെ അയക്കുകയാണ്. കാക്ക വിശ്വസ്തനായിരുന്നോ? വിശ്വസ്തനല്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയോ? നമ്മുടെ പുറമെയുള്ള 1-ാം മനുഷ്യനായ ആദം, അവൻ വിശ്വസ്തനല്ല. അവൻ വിശ്വസ്തനേ അല്ല. എന്നാൽ അകത്തുള്ള ആദം വിശ്വസ്തനാണ്. ആമേൻ. റെപ്രസെന്റ് ചെയ്യുക
പ്രാവിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതാ. അത് കടന്നുപോയി. ആദ്യം പോയിട്ട് ലോകത്തെങ്ങും ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ. അതിന്റെ അർത്ഥം ഇത് വൃത്തികെട്ട സ്ഥലത്ത് ഇരിക്കത്തില്ല. വൃത്തികെട്ട സ്ഥലത്ത് വെള്ളം താണു, പലയിടത്തും താണു. കുറെ ചത്ത ശവശരീരങ്ങളും മനുഷ്യന്റെയും മൃഗത്തിന്റെയും എല്ലാ ശരീരങ്ങളും അഴുക്ക് നിറഞ്ഞ് കിടക്കുന്ന. ഇത് തനിക്ക് കാല് വെക്കാൻ ഒരു സ്ഥലവും കാണഞ്ഞിട്ട് ഇത് തിരിച്ചു പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒരു ആത്മീയ പൈതൽ ഈ ലോകത്തിലെ വൃത്തികെട്ടതിൽ പോയിരിക്കത്തില്ല. ആമേൻ. ദുഷ്ടന്മാരുടെ വഴിയിലോ പാപികളുടേതായ ഇരിപ്പിടത്തിലോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലോ വഴിയിലോ അവൻ നിൽക്കത്തില്ല. അവനതിന് കഴിയത്തില്ല. അവനിങ്ങ് മടങ്ങിപ്പോരും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അത് ചതുപ്പ് നിലമ ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രാവിനെ വീണ്ടും അയച്ചു. അത് വിശ്വസ്തയോടെ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തിയാക്കി ഒരു ഒലിവിന്റെ ഇലയും കടിച്ച് മടങ്ങി വന്നു. വിശ്വസ്തതയുള്ള പ്രാവ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ രാത്രി അനുവദിക്കും. അനുവദിക്കുന്നില്ല എന്നല്ല, അനുവദിക്കും. ആദ്യം വന്നത് ഒന്നാം ആദം. ആത്മീയം പിന്നത്തേതിൽ വന്നു. ആദ്യം വന്ന പ്രാകൃതം. ആദ്യം വന്നത് കയീൻ. രണ്ടാമത് ഹാബേൽ വന്നു. ആദ്യം വന്നത് ഏസാവ്. രണ്ടാമത് യാക്കോബ് വന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ആദ്യം അയച്ചത് കാക്ക. രണ്ടാമത് പ്രാവ് വന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും രണ്ട് മനുഷ്യന്റെ, ഒന്നാം ആദത്തിന്റെയും രണ്ടാം ആദത്തിന്റെ ഒരു കോമ്പിനേഷൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതിൽ നിന്ന് ദൈവം വെളിച്ചത്തെ വേർതിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം അത് ചെയ്യുകയുള്ളൂ. എന്തിനാ ദൈവം ഇരുൾ അനുവദിക്കുന്നത്? ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഇരുൾ അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ കാലുകളെ തകർക്കുവാൻ പിശാചിനെ ദൈവം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദുബായിലേക്ക് പോവുകയാണ്. അവിടെ 3 സെറാമിക്സിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോ ഫാക്ടറിയിൽ നിന്ന് പുക ഉയരുകയാ. അപ്പൊ പുക ഉയരുമ്പോ ദൈവത്തിനോട് ചോദിച്ചോ, അതിന്റെ കീഴെ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു, അതിന്റെ കീഴെ എന്തോ പ്രോസസ് നടക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ ഒരു ഫർണസ് ഉണ്ട്. ഫർണസ് ഒന്നല്ല, ഒരു 3 കാണും. കാരണം 3 പുകകൾ. പ്രിയ ദൈവത്തിന്റെ ജനമേ, കർത്താവിനെ പ്രകാശിപ്പിച്ചത് പ്രോസസ് നടക്കുന്നുവെങ്കിൽ അവിടെ എന്തൊക്കെയോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് അയണായിരിക്കാം, ഇരുമ്പായിരിക്കാം. ഇരുമ്പിന്റെ അയിര് കൊണ്ടുവന്ന് ഈ ഫർണസിലേക്കിട്ട്, തീച്ചുള്ളിലേക്കിട്ട് ഉരുകി കഴിഞ്ഞാൽ അതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഉരുകി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. തുടർന്ന് ആ ഇരുമ്പയിര് പല ഷേപ്പുള്ളത് അത് വെള്ളം പോലെ ഉരുകി കഴിയുമ്പോൾ പല അച്ചുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ചിലത് റെയിലിന്റേതായ അച്ചായിരിക്കാം, ചിലത് എൽബോയിന്റെ അച്ചായിരിക്കാം, ചിലത് പൈപ്പിന്റെ അച്ചായിരിക്കാം. ഏത് അച്ചിലേക്ക് ഒഴിച്ചു കൊടുത്താലും ആ അച്ചിന്റെ രൂപമായിരിക്കും ഈ ഇരുമ്പയിരിന് ലഭിക്കാൻ പോകുന്നത്. ആമേൻ. കർത്താവ് പറയും, ഇതേ രീതിയിൽ ഒരു പ്രോസസ്സാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. കാരണം നിങ്ങളുടെ വൃത്തികെട്ട ചിന്തകളെ ഒന്ന് ഉരുക്കി അതിലെ മാലിന്യം മാറ്റി എന്റെ വചനത്തിന്റെ ചിന്തയാകുന്ന ആ മോൾഡിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ഒഴിച്ച് ആ ഇരുട്ട് റൂമിൽ നിന്ന്, ആ ഫിലിമിൽ നിന്ന് മനോഹരമായ ഫോട്ടോ വെളിയിലെടുക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ എന്റെ ഇഷ്ടത്തിന് വാർത്തെടുക്കാനാ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ ഞാൻ അനുവദിച്ചത്. ഇരുളിൽ നിങ്ങൾ അവസാനിക്കത്തില്ല, പക്ഷെ ഇരുളിൽ നിന്ന് നിങ്ങൾ ബലം പ്രാപിക്കും. ഇരുളിൽ നിന്ന് ക്രിസ്ത്യാനിയോ മനുഷ്യൻ നിങ്ങളിന്ന് പുറത്തു വരുവാനിടയാകും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഒരിരുള്, കാൽവരി ക്രൂശിൽ ഒരിരുള്. യൂദാസ് വന്ന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുക.